മന്ധര ചൊന്ന പോലെ അതിനേതുമൊരു അന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹീന് ഗോപാലയും കൈകേയി മന്ദരയോടിയൊന്നാൻ ഇനി രാഘവൻ കാനനത്തിനു പോവോളും ഞാൻ ഇവിടെ കിടന്നിടുവൻ, അല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥം എന്ന് വരതന് ഭൂപതി ചെയ്താൻ അഭിഷേകം എങ്കിൽ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്ന് പറഞ്ഞ് പോയതിനാൾ മന്ധര പിന്നെ വണ്ണം അനുഷ്ഠിച്ചു രാജ്ഞി. ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗം ഏറ്റം അകലവേ വർദ്ധിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥൻ ആദരാൽ പങ്കജനേത്രാഭ്യുദയം മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം ബുക്ക് അരുളി. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതു ഈ ദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുരാ സുന്ദരിയാം ഇവള് ഇന്നെങ്ങു പോയിനാൾ. മന്ദമാകുന്നിതുന്മേഷം മനസ്സേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയി. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളിമാരും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ച് അതിൻ മൂലമേതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി എന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ല് എന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോട് ആര് ഒരു വിപ്രിയം ചെയ്തതുമല്ലവേ. ദണ്ഡ്യനെന്നാകിലും മധ്യനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർദ്ധപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ. അർദ്ധവാൻ ഏറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ.
അങ്ങനാരത്നമേ ചെയ്വൻ തവഹിതം എന്നെ ഖേദിപ്പിയായിക അമ്മ വല്ലവേ. ദശരഥൻ കയ്യിൽ എന്നോട് സത്യം പറഞ്ഞത് ഏറ്റുകൊള്ളിനവർ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദം ഉര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ എന്നോട് സത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായ സത്യത്തെ മന്നവ. എങ്കിലോ പണ്ട് സുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായി അന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നത് ഉണ്ട് എന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് അന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു. ഭവാങ്കൽ അത് 2 ഇച്ഛയുണ്ട് ഇന്ന് വാങ്ങിടുവാൻ ഭൂപതേ എന്നതിൽ ഒന്ന് രാജ്യാഭിഷേകം ഭവാൻ എന്ന് ഭരതന് ചെയ്യണം എന്നതും, പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്ന് തന്നെ ഗമിക്കണം എന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഉചിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ നിന്ന് മരണം എനിക്കില്ല നിർണയം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്ക് ഇല്ല നിർണയം എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനെ. വജ്രം ഏറ്റത്രി പതിച്ച പോലെ ഭൂവി സത്വീനിതു ഭൂവനും. പിന്നെ മുഹൂർത്തം മാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നവാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയോ ദുസ്വപ്നമാഹന്ത കണ്ടയോ